നമ്മൾ കണ്ടിന്യൂറ്റിയുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പഠിച്ചു. കണ്ടിന്യൂറ്റി എന്താണെന്ന് പഠിച്ചു, ഏത് ഫംഗ്ഷനൊക്കെയാണ് കണ്ടിന്യൂസ് ആവുക, ഒരു പോയിന്റിലെ കണ്ടിന്യൂറ്റി എങ്ങനെ ചെക്ക് ചെയ്യുക, അതുപോലെ ഗ്രാഫ് ഉപയോഗിച്ച് എങ്ങനെയാണ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ആശയം മനസ്സിലാക്കുക, അതുപോലെ കണ്ടിന്യൂറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള തിയറംസ് എന്തൊക്കെയാണ്, പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അതുപോലെ അത് ഉപയോഗിച്ചിട്ടുള്ള കുറേ പ്രോബ്ലംസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡീൽ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. ഇത് നിങ്ങൾ +1 ഇതിൻ്റെ ബേസ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണുക എന്നുള്ള കാര്യവും, അതുപോലെ ചില ബേസിക് ആയിട്ടുള്ള ഓൾജിബ്രകളും, അതുപോലെ കുറച്ച് ഫംഗ്ഷൻസിൻ്റെ സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവുകളും ഒക്കെ നിങ്ങൾ +1 പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ അതൊന്ന് പെട്ടെന്ന് ഓർമ്മിപ്പിക്കണം, ജസ്റ്റ് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ചെയ്യണത്. അപ്പോൾ എന്താണ് കാര്യം എന്ന് നോക്കാം. ഡിഫറൻഷ്യബിലിറ്റി എന്താണ് നമ്മുടെ ടോപ്പിക്ക്. ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ എഫ് ഈസ് ഡിഫൈൻഡ് ബൈ, എഫ് എന്ന് പറയുന്ന ഒരു റിയൽ ഫംഗ്ഷൻ, അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ എഫ് ഡാഷ് എക്സ്. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഡിനോട്ട് ചെയ്യുക. എഫ് ഓഫ് എക്സ് ആണ് ഒരു ഫംഗ്ഷൻ എങ്കിൽ അയാളുടെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ എച്ച്. ഇതാണ് ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഈസ് ഡിനോട്ടഡ് ബൈ എഫ് ഡാഷ് എക്സ് ഓർ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ്. ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിനെ നമുക്ക് രണ്ട് തരത്തിലാണ് മെയിനായിട്ട് സൂചിപ്പിക്കുക. ഒന്നെങ്കിൽ എഫ് ഡാഷ് എക്സ്, എഫ് ഓഫ് എക്സ് ആണ് ഫംഗ്ഷൻ എങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവിനെ എഫ് ഡാഷ് എക്സ് എന്ന് സൂചിപ്പിക്കും. അതല്ലെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് സൂചിപ്പിക്കും. ഇത് രണ്ടും ഡെറിവേറ്റീവിനെ സൂചിപ്പിക്കാനുള്ളതാണ്. ഇതാണ് ജനറലി ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണാനായിട്ടുള്ള ഇക്വേഷൻ. ഇനി ഇതുപോലെ ഒരു പോയിന്റിൽ, ഇപ്പോൾ ഡൊമൈനിലുള്ള സി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഇതാണ്. സപ്പോസ് എഫ് ഈസ് എ റിയൽ ഫംഗ്ഷൻ ആൻഡ് സി ഈസ് എ പോയിന്റ് ഇൻ ദി ഡൊമൈൻ, ദെൻ ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് സി ഈസ് ഡിഫൈൻഡ് ബൈ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ഓൾ ഡിവൈഡഡ് ബൈ എച്ച്. ഇതാണ് ഒരു ടിപ്പിക്കൽ പോയിന്റിൽ ഡെറിവേറ്റീവ് കാണാൻ നമ്മൾ പഠിച്ചേക്കുന്ന ഇക്വേഷൻ. ഇതാണ് ഡെറിവേറ്റീവിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ്. ഇനി നമ്മൾ അടുത്ത +1 പഠിച്ച അടുത്തൊരു ഭാഗം കൂടി ഓർമ്മിപ്പിക്കണം, ഓൾജിബ്ര ഓഫ് ഡെറിവേറ്റീവ്സ്. യു വി എന്ന് പറയുന്ന രണ്ട് റിയൽ ഫങ്ഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ യു പ്ലസ് വിയുടെയോ അല്ലെങ്കിൽ യു മൈനസ് വിയുടെയോ ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞു. ഇതാണ് യു പ്ലസ് ഓർ മൈനസ് വി ഓൾ ഡാഷ്. ഇപ്പോൾ യു പ്ലസ് വി ഓൾ ഡാഷ് ആയിക്കോട്ടെ, യു മൈനസ് വി ഓൾ ഡാഷ് ആയിക്കോട്ടെ, അത് കാണാനുള്ള പരിപാടിയാണ് പറയുന്നത്. അപ്പോൾ യു പ്ലസ് വി ഓൾ ഡാഷ് ആണെങ്കിൽ നമ്മൾ ചെയ്യുക യു ഡാഷ് പ്ലസ് വി ഡാഷ്. അതുപോലെ യു മൈനസ് വി ഓൾ ഡാഷ് കാണാൻ യു ഡാഷ് മൈനസ് വി ഡാഷ്. ഇത് ആദ്യം യുവിൻ്റെ ഡെറിവേറ്റീവ് കാണുക, മൈനസ് വിയുടെ ഡെറിവേറ്റീവ് കാണുക. സിമ്പിളായിട്ടുള്ള പരിപാടി. അപ്പോൾ പ്ലസ്സോ മൈനസോ ആണ് വരുന്നതെങ്കിൽ ഡെറിവേറ്റീവ് കാണാനായിട്ട് ഈസിയാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ. ഇനി ഇതിനെ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ എന്നാണ് പറയുക. രണ്ട് ഫങ്ഷൻസിൻ്റെ പ്രൊഡക്റ്റ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവ് കാണാനുള്ള ഐഡിയ. യു വി എന്ന് പറയുന്ന രണ്ട് ഫങ്ഷൻസ് ആണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ യു ഇൻറ്റു വി ഓൾ ഡാഷ്, യു ഇൻറ്റു വി, യുവിൻ്റെയും വിൻ്റെയും പ്രൊഡക്റ്റിൻ്റെ ഡെറിവേറ്റീവ് ഈക്വൽ ടു ഇത് ഈ യുവിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക ഇൻറ്റു വി വെറുതെ എഴുതുക പ്ലസ് യു വെറുതെ എഴുതുക ഇൻറ്റു വിയുടെ ഡെറിവേറ്റീവ്. നമ്മൾ പഠിക്കുമ്പോൾ യു ഡാഷ് വി പ്ലസ് യു വി ഡാഷ്. ഇതാണ് പ്രൊഡക്റ്റ് റൂൾ. അതായത് യു എന്ന് പറയുന്ന റിയൽ ഫംഗ്ഷൻ, വി എന്ന് പറയുന്ന റിയൽ ഫംഗ്ഷൻ, ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രൊഡക്റ്റിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം യുവിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു വി പ്ലസ് യു വെറുതെ എഴുതുക ഇൻറ്റു വിയുടെ ഡെറിവേറ്റീവ്. ഇങ്ങനെയാണ് പ്രൊഡക്റ്റ് റൂൾ ചെയ്യേണ്ടത്. ഇനി ഇതുപോലെ കോഷ്യൻ റൂൾ, അതായത് യു ബൈ വി ഓൾ ഡാഷ്, ഒരു ഫംഗ്ഷൻ ബൈ വേറൊരു ഫംഗ്ഷൻ എന്ന് തന്നിട്ട് ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഐഡിയ യു ഡാഷ് വി മൈനസ് യു വി ഡാഷ് ബൈ വി സ്ക്വയർ, യു ഡാഷ് വി മൈനസ് യു വി ഡാഷ് ബൈ വി സ്ക്വയർ. ഇതിന് നമ്മൾ കോഷ്യൻ റൂൾ എന്ന് പറയും. ഇതൊക്കെ നിങ്ങൾ +1 ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്.
ഇനി ഇതുപോലെ കുറച്ച് സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് കൂടി പരിചയപ്പെടാം. ഒന്ന് എക്സ് റൈസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് n ഇൻറ്റു എക്സ് റൈസ് ടു n-1. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഓഫ് എക്സ് സൈൻ എക്സ് ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. എഫ് ഓഫ് എക്സ് കോസ് എക്സ് ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ടാൻ എക്സ് ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ്. അപ്പോൾ ഈ പറഞ്ഞ 4 എണ്ണം നിങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ട് ഈ ഡെറിവേറ്റീവുകൾ കറക്റ്റ് അറിഞ്ഞു വയ്ക്കുക.